എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്നും നാളെയുമായിട്ട് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നും നാളെയുമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അലോട്ട്മെൻറ്റ് ലെറ്റർ വിദ്യാർത്ഥികൾ പൂരിപ്പിച്ചിട്ട് സ്കൂളിൽ പോവേണ്ടത് നിർബന്ധമാണോ? അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ നിലവിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ആ ഒരു സ്കൂൾ തന്നെ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഇന്നലെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് എടുത്ത ടെമ്പററി അഡ്മിഷൻ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. അപ്പോൾ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് നിർബന്ധമാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ പൂരിപ്പിക്കേണ്ട നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൂരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൂരിപ്പിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഹെൽപ്പ് ഡെസ്ക് മുഖേന പൂരിപ്പിക്കാവുന്നതാണ്. അത് നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ നേടാൻ പോകുന്നത് അവിടെ ആ ഒരു സ്കൂളിലൊക്കെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നിലവിൽ ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഞാൻ ടെമ്പററി അഡ്മിഷൻ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടി. എന്നാൽ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് തോന്നി ആ ഒരു സ്കൂൾ തന്നെ എനിക്ക് മതി, എനിക്ക് ആ ഒരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ മതി, അവിടെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ മതി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് വീണ്ടും ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം പറയാം. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ പോയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ, അതായത് ഇന്നോ നാളെയോ പോയിട്ട് നിങ്ങൾ അത് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കേണ്ടതാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് അത് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് നാളെ, അതായത് ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട്, അത് ഇന്നോ നാളെയോ പോയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുന്നുണ്ടെങ്കിൽ ആക്കണം. കാരണം ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണിയോടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു വെബ്സൈറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം പിന്നീട് സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവർക്കും പ്രത്യേകിച്ച് അത് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് സ്കൂളിൽ പോവുകയും നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് എടുക്കണം എന്ന് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് ആക്കി തരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അഡ്മിഷൻ ഫീസും അതുപോലെ PT ഫണ്ട്, PT ഡൊണേഷൻ ഫീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ അതായത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ഞാൻ ഇന്നലെ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഞാൻ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് തോന്നി ആ ഒരു ഓപ്ഷനിൽ തന്നെ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇനി മറ്റു ഓപ്ഷനൊന്നും എനിക്ക് വേണ്ട എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അടുത്തത് പരിഗണിച്ചാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല, എന്നാൽ എനിക്ക് ഇപ്പോൾ കിട്ടിയെടുത്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജൂൺ 5-ാം തീയതി, അതായത് ജൂൺ 5 എന്ന് പറയുമ്പോൾ നാളെയാണ്, നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്റ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. അതോടൊപ്പം നിങ്ങൾ അഡ്മിഷൻ ഫീസ്, PT ഫണ്ട്, PT ഡൊണേഷൻ ഫീസ് എന്നിങ്ങനെ ടോട്ടലായിട്ട് 1500 രൂപക്ക് താഴെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പൈസ കൂടി അത് നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചിട്ടാണ്. അത് സയൻസ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്കാണ് 1500 രൂപയൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റു കോഴ്സുകളാണെങ്കിൽ ഇതിനേക്കാൾ പൈസ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പൈസയും എടുത്ത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയ ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഓൾറെഡി ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക്, അതായത് സ്കൂളിൽ നിന്നും നിങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അത് പെർമനൻറ്റ് അഡ്മിഷൻ വിഭാഗത്തിലേക്ക് മാറ്റുകയും നിങ്ങൾക്ക് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് മാറ്റാവുന്നതും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടോ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. നാളെ വൈകുന്നേരം 5 മണിക്ക് ശേഷം പെർമനൻറ്റ് അഡ്മിഷനോ മറ്റോ ആക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നാളെ വൈകുന്നേരം 5 മണിയോടെ അഡ്മിഷൻ്റെ ആ ഒരു വെബ് പേജ് ക്ലോസ് ചെയ്യും, പിന്നീട് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ഇതിന് മുകളിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതായത് എനിക്കിപ്പോൾ 3ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്യാനായിട്ട്
സ്കൂളിൽ നിന്ന് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം വാങ്ങി എനിക്ക് അതിൽ നിന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ്റെ നമ്പർ മാത്രം കൊടുത്ത് അതിനെ മാത്രം ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് മുഴുവൻ ഓപ്ഷൻ വേണ്ട, നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂൾ തന്നെ മതി എന്നാണെങ്കിൽ ഇവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം ഹയർ ഓപ്ഷൻസ് എനിക്ക് മുഴുവനായിട്ട് വേണ്ടെങ്കിൽ മുഴുവനായിട്ടും റിമൂവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റിപ്പോയത്. കാരണം അഥവാ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ കൂടി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പെസിഫിക് ഓപ്ഷൻസ് ഒക്കെയാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു പൂരിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കേണ്ടതാണ്, എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ. അതായത് എനിക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു ഓപ്ഷനാണ് 5ാമത്തെ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്, എന്നാൽ എനിക്ക് ആ ഒരു സീറ്റ് എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു സീറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാവുന്നതാണ്. ഇനിയിപ്പോൾ 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂൾ വേണ്ട, ആ ഒരു സ്കൂൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ട്രാൻസ്ഫറിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് മാറേണ്ടത് അതിനനുസരിച്ച് ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുക്കാവുന്നതും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.